हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 13-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. സർവകർമാണി മനസാ സന്യസ്യ ആസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. മലയാളം: മനസ്സുകൊണ്ടു കർമ്മത്തെ ത്യജിക്കും വശി സൗഖ്യവാൻ, നവദ്വാരപുരത്തിങ്കൽ അവൻ വാഴുന്നു നിഷ്ക്രിയൻ. അന്വയം: വശീദേഹി, മനോബുദ്ധികളെ വശപ്പെടുത്തിയവൻ അല്ലെങ്കിൽ സംയമി. സർവകർമാണി, എല്ലാ കർമ്മങ്ങളെയും മനസാ സന്യസ്യ, മനസ്സുകൊണ്ട് പരിത്യജിച്ചിട്ട്, നവദ്വാരേ പുരേ, 9 ദ്വാരങ്ങളുള്ള ശരീരത്തിൽ, ന കുർവൻ ന കാരയൻ ഏവ, ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യിക്കുന്നുമില്ല, സുഖമാസ്തേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ സുഖമായിട്ട് ഇരിക്കുന്നു. ഇപ്പം ശാരീരികമായിട്ടുള്ള ഒരു നിഷ്ക്രിയത്വമല്ല സന്യാസം എന്ന് പറഞ്ഞാൽ, ആന്തരികമായിട്ടുള്ള ഒരു നിസ്സംഗതയാണ് സന്യാസികളുടെ ലക്ഷണം. ഉത്തരവാദിത്വമൊക്കെ നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് ജീവിക്കുമ്പം. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു സന്യാസമല്ല. ഇത് നമ്മൾ കുറേ ശ്ലോകങ്ങളിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത പ്രവണതകളെ നമ്മുടെ മനസ്സിൽ നിന്ന് പുറന്തള്ളുകയാണ് ശരിയായിട്ടുള്ള സന്യാസം. അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനത്തിൽ വരുത്തി അവരെ അതിനെ മുഴുവനായിട്ടും നിയന്ത്രിക്കുന്ന ആളാണ് സംയമി. അവർ അഹങ്കാരവും സ്വാർത്ഥകാമനകളൊന്നുമില്ലാതെ ആത്മാവിൽ ആനന്ദ നിർവൃതിയിൽ, നേരത്തെ പറഞ്ഞ പരമശാന്തി ആനന്ദ നിർവൃതിയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, സംതൃപ്തനായിട്ട് സ്ഥിതി ചെയ്യുന്നു. നവദ്വാരേ പുരേ ദേഹി എന്നാണ്. നമ്മുടെ ശരീരത്തിനെ 9 ദ്വാരങ്ങളുള്ള ഒരു പട്ടണം പോലെ സങ്കല്പിക്കുകയാണ്. ഈ ദ്വാരങ്ങൾ 2 കണ്ണ്, 2 ചെവി, 2 നാസാദ്വാരങ്ങൾ, വായ, വിസർജന അവയവം, ഉൽപാദന അവയവം അല്ലെങ്കിൽ ജനനേന്ദ്രിയം, ഇങ്ങനെ 9 കവാടങ്ങളുണ്ട്, നവദ്വാരം. അപ്പോൾ ഇങ്ങനെയുള്ള 9 കവാടങ്ങളുള്ള ഒരു കോട്ടയ്ക്കകത്തിരുന്ന് ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് പോലെ ഈ ആത്മാവ് നമ്മളുടെ ശരീരത്തിനകത്തിരുന്ന് ഭരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജാവിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നിർദ്ദേശങ്ങൾ കൊടുത്താൽ മതി, മന്ത്രിമാരാണ് ഭരണം നിർവഹിക്കുക. അതേപോലെ തന്നെ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ആത്മാവിൻ്റെ പ്രസൻസ് അവിടെ വേണം. ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഇന്ദ്രിയങ്ങൾ ഈ ജീവിത ഭരണം മുഴുവനും നിർവഹിച്ചുകൊള്ളും. രാജ്യഭരണം മന്ത്രിമാർ രാജ്യം ഭരിക്കുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങൾ ഭരണങ്ങളെല്ലാം ജീവിതത്തെ നിയന്ത്രിച്ചുകൊള്ളും. അപ്പോൾ പരമാത്മാവുമായിട്ട് ഒരു ആത്മീയത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു സംയമിക്ക് താൻ ചെയ്യുന്നത് താൻ ഒന്നും ചെയ്യുന്നില്ല എന്നും ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല എന്നും മനസ്സിലാക്കിയിട്ട് നിസ്സംഗഭാവത്തിൽ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് രാജാവിരിക്കുന്ന പോലെ തന്നെ ഈ ശരീരമാകുന്ന കോട്ടയിൽ സമാധാനമായിട്ട് സസുഖം വാഴാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാണ് അങ്ങനെ വാഴുന്നത്? ആത്മാവാണ് അങ്ങനെ ആ കോട്ടയ്ക്കകത്ത് വാഴുന്നത്. ഒരു സംയമി ഇതെല്ലാം നിയന്ത്രിച്ച് സർവകർമ്മങ്ങളും പരിത്യജിച്ചു, മനസ്സുകൊണ്ട് എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഈ 9 വാതിലുകളുള്ള പുരത്തിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ സുഖമായിട്ട് വാഴുന്നു. ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. അപ്പോൾ ഭഗവാനിൽ താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടും, അതായത് ഈ അവസ്ഥ കിട്ടും. ഇതെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഞാനെന്ന ശരീരം ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും. ഇനി 14-ാമത്തെ ശ്ലോകം
ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫലസംയോഗം സ്വഭാവതു പ്രവർത്തതേ. സ്വഭാവഃ തു പ്രവർത്തതേ. മലയാളം: ചെയ്തു ചെയ്യുന്നു എന്നല്ല ചെയ്തതിൽ ഫലമേറ്റിട, സ്വഭാവമെന്നതിന്നോർത്തു സംഭവിക്കുന്നിതൊക്കെയും. പ്രഭുഃ ലോകസ്യ കർത്തൃത്വം ന സൃജതി. ഈശ്വരൻ ലോകത്തിന് കർത്തൃഭാവത്തെ സൃഷ്ടിക്കുന്നില്ല. കർമാണി ന സൃജതി. കർമ്മങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. കർമ്മഫല സംയോഗം ന. കർമ്മഫല സംയോഗത്തെയും സൃഷ്ടിക്കുന്നില്ല. സ്വഭാവഃ തു പ്രവർത്തതേ. പ്രകൃതിയാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആത്മാവ് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല എന്നുള്ളതിനെ ഒന്നുകൂടെ വിസ്തരിച്ചു കൊടുക്കുകയാണ്. സാധാരണ ജനങ്ങൾ എപ്പോഴും നമ്മൾ ഈശ്വരനെ കർമ്മഫല വിധാതാവായിട്ട് കരുതും. അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരൻ വീക്ഷിക്കുന്നുണ്ട്, അവയ്ക്കനുസരിച്ചിട്ടുള്ള എല്ലാ ഫലങ്ങളും, അതായത് ഓരോരുത്തർക്കും ഓരോ ഫലങ്ങൾ ഭഗവാൻ കൊടുക്കുന്നു എന്നൊക്കെയാണ് വിശ്വാസം. സത്യത്തിൽ ഇതൊന്നും ശരിയല്ല. ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല ഭഗവാൻ, ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കൂടിയുള്ള ഒരു കൂട്ടായ്മ കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ വാസന അല്ലെങ്കിൽ പ്രകൃതി അവരിൽ ഉണ്ടാക്കുന്ന പ്രവൃത്തി ഓരോ തലത്തിലായിരിക്കും. അപ്പോൾ വാസനയ്ക്ക് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിൽ ആത്മാവിന് യാതൊരു പങ്കുമില്ല. കർത്തൃഭാവമില്ല, കർമ്മമില്ല, ഇതൊന്നും ഈശ്വരനില്ല. ലോകത്തിന് വേണ്ടിയിട്ട് ഒന്നും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുമില്ല. ഈ കർമ്മം ചെയ്താൽ ഇതാണ് ഫലം എന്നെവിടെയും പറഞ്ഞു വെച്ചിട്ടുമില്ല. ഈ കർമ്മം, ഈ കർത്തൃത്വഭാവം എന്നൊക്കെ ഉള്ളതിൽ ഈ പരമാത്മാവിന് പങ്കില്ലെങ്കിലും അതില്ലാതൊട്ട് പറ്റൂല. ഇപ്പം രാജാവ് കോട്ടയ്ക്കുള്ളിൽ ഇരിക്കുന്നു, മന്ത്രിമാർ രാജ്യം ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാവില്ലെങ്കിലോ? ഇപ്പോൾ സാധാരണ സ്കൂളിലൊക്കെ ആണെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാഷ് ടീച്ചേഴ്സിന് നിർദ്ദേശം കൊടുക്കുന്നു, ടീച്ചർമാരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് വിചാരിച്ച് അവിടെ ഹെഡ് മാഷ് ഇല്ലെങ്കിലോ? ശരിയാവില്ലല്ലോ. അതേപോലെ തന്നെ അവിടെ ഉണ്ട്, ആത്മാവ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ബന്ധമില്ലാത്തൊരു ബന്ധമാണ് സത്യത്തിൽ. ഉണ്ടോ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ബന്ധം ഇല്ലേ എന്ന് ചോദിച്ചാലോ? ഉണ്ട് താനും. അതാണ്, ഇങ്ങനെയുള്ളൊരു ബന്ധമാണ് പ്രകൃതിയും ഈശ്വരനും തമ്മിൽ ഉള്ളത്. അപ്പോൾ അവിടെ ജീവൻ, നമ്മൾ ഈ ആത്മാഭിമാനങ്ങളോട് കൂടിയിട്ട് ശരീര മനോബുദ്ധികൾ പ്രവർത്തിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു, അവയുടെ ഫലം അനുഭവിക്കുന്നു. ഇതെല്ലാം ആത്മാവല്ല, ഇതെല്ലാം ജീവനാണ്. അപ്പോൾ ഓരോ വാസനയ്ക്കനുസരിച്ചായിരിക്കും ആ ജീവൻ്റെ കർമ്മം. അതിനെയാണ് നമ്മൾ സ്വഭാവം എന്ന് പറയണതും പ്രകൃതി എന്ന് വിളിക്കുന്നതും മായ എന്ന് വിളിക്കുന്നതും എല്ലാം നമ്മുടെ ഈ വാസനയാണ്. ആ വാസനകളാണ്, ആ പ്രകൃതിയാണ് നമ്മളെ കൊണ്ട് ഈ കർമ്മം ചെയ്യിക്കുന്നത്. അല്ലാതെ ആത്മാവ് അതിലൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കർമ്മങ്ങൾ ഈ ദേഹം കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ ആ കർമ്മങ്ങൾ അനുഷ്ഠിപ്പിക്കുന്നതും ജീവനാണ്. അവയുടെ ഫലങ്ങളും അനുഭവിക്കുന്നതും ഈ ജീവൻ തന്നെയാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നത് ഈ ജീവനാണ്. അപ്പം നമ്മളുടെ ഈ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും ഒക്കെ കാരണം ഇതാണ്. അതിൽ നിന്ന് ജീവൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തനാവാം. പക്ഷേ പറ്റില്ല. ശരീരമുള്ളിടത്തോളം കാലം ഞാനതിൻ്റെ ഉടമയാണെന്ന് ജീവന് തോന്നും. പക്ഷേ ഉടമയല്ല. ഉടമയോ അത് ചെയ്യുന്ന കർമ്മങ്ങൾ അനുഭവിക്കുന്ന ഇത് കൺട്രോൾ ചെയ്യുന്ന ആളോ ഒന്നും ജീവനല്ല. അത് മനസ്സിലാക്കണം.
മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. സംയമനം നേടിയ ആൾക്കാർക്കേ സാധാരണ സാധിക്കൂ. അതായത് നമ്മൾ അത് പറയുമ്പോൾ സ്വരൂപം സ്വഭാവം രണ്ടെണ്ണം പറയണം. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്ന സത്യം, അതായത് ആത്മാവാണ്. സ്വഭാവം എന്ന് പറയണത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് നമ്മൾ തന്നെ നമ്മളിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. സ്വരൂപം ഒരിക്കലും മാറുന്നില്ല. പക്ഷേ സ്വഭാവം നമ്മുടെ പലതരം അനുഭവങ്ങളിൽ നിന്നും സാഹചര്യങ്ങൾ കൊണ്ടും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രവൃത്തികൾ കാരണം പ്രകൃതിയോടനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വരൂപമാണ് സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ ഈ സ്വഭാവം നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്ന സത്യം കൂടെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട് അല്ലേ? ആരാണ് സ്വപ്നം കാണുന്നത്? ഞാൻ എന്നൊരു വ്യക്തിയാണ് സ്വപ്നം കാണുന്നത്. എത്ര പേരുണ്ട്? ഞാൻ ഒരാളേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ സ്വപ്നത്തിൽ എന്തായിട്ട് വരും? അത് പല പല കഥാപാത്രങ്ങളായിട്ട് വരും. ചിലപ്പോൾ ധാരാളം പേരെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണും. ആ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ സത്യത്തിൽ അവിടെ ഉണ്ടോ? ഇല്ല. അതൊക്കെ ആരാണ്? ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ഈ കഥാപാത്രങ്ങളൊന്നും ഇല്ല. അവർ സ്വപ്നത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ അവരെ സൃഷ്ടിച്ചെടുത്തതാണ്. എന്നിട്ടോ അവരെ പറ്റിയിട്ട് ചിലപ്പോൾ ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ വല്ലാതെ പൈശാചികമായിട്ടും ഭീകരമായിട്ടുമുള്ള സ്വപ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ തന്നെ കണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപങ്ങൾ കണ്ട് പേടിച്ച് അലറി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്യും. ഞെട്ടി ഉണർന്നു കഴിഞ്ഞാലോ സ്വപ്നം അല്ലെങ്കിൽ രാവിലെ ആയി കഴിഞ്ഞാലോ സ്വപ്നം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കിയാൽ നമ്മൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. വേറെ ആരും അവിടെ ഉണ്ടാവില്ല. നമുക്ക് ഒരു വെറുതെ നമ്മളൊന്ന് മനസ്സിനെ പേടിപ്പിച്ചു എന്ന് മാത്രം. എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കും സമാധാനമായി. ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും അവിടെ തീരും. ഇപ്പം നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ കുറേ ആൾക്കാർക്ക് അത് ഉണ്ടാവാം. എനിക്കിഷ്ടമല്ല അവരത് ചെയ്യുന്നത്, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, മറ്റു ചില ആൾക്കാർക്കത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ഒരു ജീവൻ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആത്മാവില്ലാതെ ജീവനും നിലനിൽപ്പില്ല, ജീവനില്ലാതെ ആത്മാവിനും നിലനിൽപ്പില്ല. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇവ രണ്ടും തമ്മിൽ ഉള്ളത്. ഇപ്പം ജീവൻ ആവശ്യമാണ്. ജീവൻ്റെ ശക്തിയില്ലാതെ നമുക്കൊന്നും പ്രവർത്തിക്കാനും പറ്റില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യിക്കുന്നില്ല എന്ന് വിസ്തരിച്ച് കൊടുക്കുകയാണ് ഈ പദ്യത്തിൽ ചെയ്തത്. ഇപ്പോൾ 14 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 15ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസ